വീണ്ടും ഒരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ നാടിനെ പിടികൂടിയ മഹാമാരി കൊണ്ട് നമുക്ക് വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ റമദാനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഞാനും റമദാൻ ആഗതമാകുകയാണ് എന്നുള്ള സന്തോഷത്തിൽ തന്നെ എൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശമൊക്കെ പൂർത്തിയാക്കി. റമദാൻ ആഗതമാവുകയാണെന്ന് വെച്ചാൽ ഞാൻ ഫുഡ് മാത്രമല്ല കേട്ടോ, എൻ്റെ പ്ലാന്റുകളെയും എൻ്റെ കിളികളെയും എൻ്റെ കോഴികളെ എല്ലാവിധ ഒരുക്കങ്ങളും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. ഞാൻ എൻ്റെ എല്ലാ പോട്ടുകളും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. റമദാൻ ആണ് എന്ന് വെച്ച് വീട് മാത്രം നന്നാക്കിയിട്ട് എനിക്കൊരു സന്തോഷം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ ചട്ടികളും ആകെ മഴ വന്ന് കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ കറുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് മതിലിൻ്റെ ഭാഗം തന്നെ കാണാം. പക്ഷേ മതിലിന് ഇപ്പോൾ പെയിൻ്റ് അടിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പെയിൻറ്റ് കിട്ടില്ല. ആ കാരണം കൊണ്ട് ഇപ്പോഴും അതുപോലെ ഇരിക്കുകയാണ്. എന്നാലും ഞാൻ എൻ്റെ പോട്ടുകളൊക്കെ അടിപൊളിയായിട്ട് എല്ലാം പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പോട്ടുകളെല്ലാം ഞാൻ ഇതിൻ്റെ പണി ചെയ്യുന്ന ആളുകളെ കൊണ്ട് ഉണ്ടാക്കി എടുപ്പിച്ചതാണ്. കടകളിൽ നിന്ന് കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഇവിടെ സെറ്റിലാവണം മുന്നേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 3-4 ഐറ്റംസായിട്ട് പോട്ടുകളുണ്ട്. എല്ലാം മണ്ണിൻ്റെ പോട്ടുകളാണ്. വളരെ അപൂർവമായിട്ട് എൻ്റെ അടുത്ത് സിമൻറ്റ് പോട്ടുകളുള്ളൂ. അങ്ങനെ എൻ്റെ വീടിൻ്റെ പുറം ഭാഗത്തുള്ള എൻ്റെ എല്ലാ പ്ലാന്റുകളും റമദാൻ്റെ സന്തോഷത്തിൽ നല്ല വൃത്തിയായി ഭംഗിയായി തയ്യാറായിട്ടുണ്ട്. പിന്നെ തുളസി, മുളക്, അയ്യമ്പാന ഇങ്ങനെയുള്ള കുറച്ച് ചെടികളൊക്കെ നട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പഴയ ബോട്ടിലുകളൊക്കെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ക്ലോത്ത് കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കാണാത്തവർക്കായിട്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. ഒരു ഭാഗം ഈ കളറ് തുണി കൊണ്ടാണ് സെറ്റ് ചെയ്തത്. സാധാരണ കടകളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന ബോട്ടിലുകളാണിത്. ആദ്യമേ ഞാൻ ഇതുപോലെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. നമ്മൾ പഞ്ചസാര, ചായപ്പൊടി ഇതുപോലെയുള്ള കൂടുതൽ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഇതിലാണ് ഇട്ട് വെക്കുക. എനിക്ക് അങ്ങനെ ചെയ്ത് വെക്കുന്നത് വളരെ ഇഷ്ടമാണ്. അങ്ങനെ അടുക്കളയിലെ ബോട്ടിലുകളൊക്കെ റെഡിയായി, സാധനങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കൂടുതലൊന്നും ഞാൻ സേവ് ചെയ്തിട്ടില്ല. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയാണല്ലോ. നമ്മൾ കൂടുതലൊന്നും സേവ് ചെയ്യാനുള്ളൊരു രീതി നമ്മളെ കയ്യിൽ ആർക്കും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലെ കുറച്ച് സാധനങ്ങൾ ഇന്ന് വാങ്ങിച്ച് നമ്മൾ ഓൺലൈനിലായിട്ട് വിളിച്ച് പറഞ്ഞ് അങ്ങനെ കിട്ടിയതാണ്. കടല, പൈനാപ്പിൾ, നേന്ത്രപ്പഴം, ബ്രെഡ് ഇങ്ങനെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുള്ളൂ. അരിപ്പൊടി ഇതൊക്കെ ഇവിടെ ഉള്ള കാരണം അതൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം റമദാൻ ആകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും വിശപ്പ് ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് എടുത്തു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സെയിനിന് കുറച്ച് ബിസ്ക്കറ്റ് റെഡിയാക്കി. അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സേവ് ചെയ്ത് റെഡിയാക്കി. ഒരു സമൂസയുടെ പതിർ വാങ്ങിച്ചിട്ടുണ്ട്. വീട് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്ത കാരണം ഞാൻ അതൊന്നും എടുത്തു വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ കയ്യിലൊരു കയ്പ്പക്ക ഉണ്ട്. അതൊന്ന് മുളകിട്ട് ചോറിലേക്ക് കൂട്ടാനുണ്ടാക്കുക എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ കയ്പ്പക്ക ഞാൻ അരിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വാടി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇത് നന്നായി ഒന്ന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇളക്കി ഞാനിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിനിടയിലൊരു ടിപ്സ് പറയാം. നമ്മുടെ ഇരുമ്പൻ പുളി അഥവാ ഓർക്കാപ്പുളി ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ഒരു സാധനം നമ്മളിപ്പോൾ കൂടുതൽ കായ്ച്ച് നിൽക്കുന്ന ഒരു സമയമാണല്ലോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകുകയും ചെയ്യും. അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഇട്ട് വെച്ചാൽ നമുക്ക് മീൻ മുളകിടുമ്പോഴും ഇതുപോലെ കയ്പ്പക്ക മുളകിടുന്ന സമയത്ത്
നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ പുളിയുടെ ആവശ്യം കൂടുതൽ വരുന്നുമില്ല. ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റുമാണ് നമ്മളങ്ങനെ ഇടുന്ന സമയത്ത്. പിന്നെ ഞാൻ അതിലേക്ക് ഇടാൻ പോകുന്നത് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കയ്പ്പക്ക ഏകദേശമൊക്കെ നല്ല രീതിയിൽ വാടി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഈ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ച ഇരുമ്പൻ പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഇനി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് നന്നായി വേവിച്ച് എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു ക്രീമി പരുവമായി കഴിഞ്ഞു. എന്നാലും നമ്മളെ ഇരുമ്പൻ പുളി അതിൽ നീണ്ട് കിടക്കുന്നുണ്ട്. ഒരല്പം പുളിവെള്ളം നമുക്ക് പാർന്ന് കൊടുക്കാം. കൂടുതൽ വേണ്ട, കാരണം നമ്മുടെ ഇരുമ്പൻ പുളി അതിലുള്ള കാരണം നമ്മൾ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരല്പം. ഇനി നമുക്കിത് നന്നായി ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് എടുക്കാം. ഇനി നമുക്കത് എടുത്ത് നോക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനിവിടെ ചക്ക റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും വെളുത്തുള്ളി, ചുവന്നുള്ളി, നല്ല ജീരകം എല്ലാം കൂടെ അരച്ച മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒന്ന് വറവിട്ടെടുക്കണം. ഇപ്പോൾ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണയിലാണ് വറവിടാൻ പോകുന്നത്. വെളിച്ചെണ്ണയിലാവുമ്പോൾ നമുക്ക് ഇതിന് ടേസ്റ്റ് ഒന്ന് കൂടും. ഒരല്പം കടുകും ഒരു 2 ഇല്ലി കറിവേപ്പിലയാണ് ആകെ എനിക്ക് കിട്ടിയത്. ആ 2 ഇല്ലി കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സമയം ഇപ്പോൾ 11 മണി ആയിട്ടുണ്ട്. ഇവരിവിടെ കിടന്ന് നല്ല ബഹളമാണ്. തമ്മിലടിയും കച്ചറയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് ബ്രെഡ് പൊടിച്ച് കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചക്കക്കൂട്ടാനും കട്ടൻ ചായയുടെ ഒക്കെ ഒരു സമയമാണ്. അപ്പോൾ അതൊന്ന് കഴിച്ചിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാൻ. ഇവിടെ ചക്കക്കൂട്ടാൻ എന്നെക്കാളിലും ഇഷ്ടം മക്കൾക്കാണ്. മക്കൾക്ക് ഉള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്ന് ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ റെഡിയാക്കിയത്. ഇനി നോമ്പ് കാലമായാലിപ്പോൾ നമുക്കിതൊന്നും കൂടുതൽ കഴിയില്ല. നോമ്പ് കഴിയാതെ ഇത് കഴിയില്ല. ഇനി നോമ്പ് കഴിയുമ്പോഴത്തേന് ചക്കയൊക്കെ പഴുത്ത് ഈ ഒരു പരിവൊക്കെ പോയി കിട്ടും. അപ്പോൾ കൂട്ടാനൊന്നും വെക്കാൻ പറ്റാത്ത, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ചക്കയേ ഉണ്ടാവുള്ളൂ. ചക്ക കൂട്ടാനും കട്ടൻ ചായയും നല്ല കോമ്പിനേഷനാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങി എണീറ്റപ്പോൾ സെയിനിന് കേക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ സെയിനെ ശരിക്കും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റായി. നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് വെച്ചത് തണുത്ത് കഴിഞ്ഞ് കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ആ ബിസ്ക്കറ്റും കുറച്ച് മൈദപ്പൊടിയും ഒരു മുട്ടയും ഒക്കെ ചേർത്ത് നമ്മൾ ക്രീമായിട്ട് അടിച്ചെടുത്ത് അത് ഇതുപോലെ അതിലൊരു അല്പം ശർക്കരയും ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ചുട്ടെടുത്തപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ് നമുക്ക് കിട്ടിയത്. പിന്നെ അത് വളരെ കുറച്ച് ഉണ്ടാക്കിയത്, പക്ഷെ അത് ഫുള്ളും ഏകദേശം സൈനന് തീരുമാനമാക്കി തന്നു. അങ്ങനെ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഉണ്ണിയപ്പം കൂടെ വൈകുന്നേരം ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഇട്ടത്. അപ്പോൾ റെസിപ്പിയൊക്കെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നു. റമദാനൊക്കെ അല്ലേ വരുന്നത്, നമ്മളെടുത്ത് ബിസ്ക്കറ്റ് അത് ഇതൊക്കെ നമ്മളിനി കഴിക്കാതെ വെറുതെ വലിച്ചെറിയുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്കുകൾ നമുക്ക് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റുമാണ്, കുറച്ച് ക്രിസ്പിയാണ്. നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ അമർത്തി വെക്കുക.
വ്ളോഗ് കണ്ട് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പോസിറ്റീവായ കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ. എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.